ഉഗ്രരൂപിണിയായ ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മ. വസൂരി ബാധിക്കുന്നത് ദേവിയുടെ കോപത്താലാണെന്നൊരു ചൊല്ലുണ്ട്. ഇതിന് കാരണമായി ഒരു കഥയുമുണ്ട്. ദാരുകൻ എന്നൊരസുരൻ 3 ലോകങ്ങൾക്കും നാശകാരകനായി കഴിഞ്ഞിരുന്ന കാലത്ത് ദേവന്മാർക്കും മനുഷ്യർക്കുമെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. അവനെ നിഗ്രഹിക്കുന്നതിനായി ശ്രീപരമേശ്വരൻ തന്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിയെ സൃഷ്ടിച്ചു. ഉഗ്രരൂപിയായ ദേവി ദാരുകനുമായി അതിഭയങ്കര യുദ്ധത്തിലേർപ്പെട്ടു. അസുരശില്പിയായ മായാസുരന്റെ പുത്രി മനോദരി എന്ന സുന്ദരിയായിരുന്നു ദാരുകന്റെ ഭാര്യ. ഭദ്രകാളിയുമായുള്ള യുദ്ധത്തിൽ സ്വഭർത്താവിന് അന്ത്യം സംഭവിച്ചേക്കുമെന്ന് മനോദരി ഭയന്നു. അത് സംഭവിക്കാതിരിക്കാനായി അവൾ കൈലാസപർവ്വതത്തിനരികിൽ വന്ന് ശ്രീപരമേശ്വരനെ തപസ്സു ചെയ്യാൻ തുടങ്ങി. വളരെ കാലം കഠിനമായ തപസ്സനുഷ്ഠിച്ചിട്ടും ഭഗവാൻ പ്രസാദിച്ചില്ല. ഭഗവാൻ പ്രത്യക്ഷനായി വരദാനം ചെയ്തുമില്ല. എന്നിട്ടും മനസ്സ് തളരാതെ മനോദരിയുടെ കഠിനമായ തപസ്സു തുടർന്നു. മനോദരിയുടെ അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും കണ്ട് ഒരു ദിവസം ശ്രീ പാർവതി ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, പ്രാണനാഥ, ഈ സ്ത്രീ വളരെ നാളായി അങ്ങയെ തപസ്സു ചെയ്യുന്നല്ലോ. അതികഠിനമായ തപസ്സായിട്ടും അങ്ങ് പ്രസാദിച്ച് അവളുടെ അഭീഷ്ടങ്ങളെ കൊടുത്തയക്കാത്തതെന്താണ്? അല്ലയോ ഭദ്രേ, പ്രാണപ്രിയേ, ഇവൾ ഏറ്റവും ദുഷ്ടയായ സ്ത്രീയാണ്. ഇവളുടെ ഭർത്താവായ ദാരുകാസുരനു ബ്രഹ്മാവ് വേണ്ടുന്ന വരങ്ങളെല്ലാം നൽകിയതിനാൽ അവൻ ത്രൈലോക്യവാസികളെ എത്രമാത്രം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദേവിക്കുമറിയാമല്ലോ. അവളിൽ പ്രസാദിച്ചാൽ അവൾ ആവശ്യപ്പെടുന്ന വരം കൊടുക്കേണ്ടി വരും. കൊടുത്താൽ ഇവളും ലോകോപദ്രവകാരിണിയായി തീരും. അതുകൊണ്ടാണ് ഞാൻ ഇവൾക്ക് വരമൊന്നും കൊടുക്കാതിരിക്കുന്നത്. ദാരുകനെ ഇപ്പോൾ നമ്മുടെ പുത്രിയായ ഭദ്രകാളി നിഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അവന്റെ ഉപദ്രവം തീരുമ്പോഴേക്കും മറ്റൊരു ശല്യമുണ്ടാക്കി വെച്ചു എന്ന് വരുന്നത് കഷ്ടമാണല്ലോ. ശ്രീ പരമേശ്വരൻ പറഞ്ഞത് ശരിതന്നെ എന്ന് ദേവിക്ക് മനസ്സിലായി. എന്നിട്ടും ദേവി അവളിൽ അനുകമ്പാകുലയായിരുന്നു. അതൊക്കെ ശരി തന്നെ. എങ്കിലും ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാതിരിക്കുന്നതും കഷ്ടമല്ലേ? ഇവളുടെ ഭർത്താവിനെ നമ്മുടെ പുത്രി നിഗ്രഹിച്ചുവെങ്കിൽ ഇവളിപ്പോൾ അനാഥയായ ഒരു വിധവയായി തീർന്നിരിക്കുകയാണ്. ഇവളെ അവിടുന്ന് അനുഗ്രഹിക്കാത്ത പക്ഷം ഇവൾക്കിനി ശരണമാരാണ്? അതിനാൽ എന്തു കുഴപ്പം വന്നാലും അവിടുന്ന് ഇവളെ അനുഗ്രഹിച്ചയക്കണം. ശ്രീ പാർവതി ഇങ്ങനെ നിർബന്ധം പിടിച്ചതിനാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ മനോദരിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി തന്റെ ശരീരത്തിലെ വിയർപ്പ് വെള്ളം വടിച്ചെടുത്ത് മനോദരിക്ക് കൊടുത്തു. ഇതുകൊണ്ടുപോയി മനുഷ്യരുടെ ദേഹത്ത് തളിക്കുക. നിനക്ക് വേണ്ടുന്നതെല്ലാം മനുഷ്യർ തരും. ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു മനോദരിയെ അയച്ചു. ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി വിയർപ്പ് വെള്ളവും കൊണ്ട് മനോദരി കൈലാസത്തിൽ നിന്ന് പുറപ്പെട്ടു. മാർഗമധ്യേ ഒരു ബഹളം കേട്ട് അവൾ ശ്രദ്ധിച്ചു. തനിക്കെതിരെ ഒരു സംഘം ആളുകൾ വിജയഭേരി മുഴക്കി വരുന്നതാണ് മനോദരി കണ്ടത്. ശ്രദ്ധിച്ചപ്പോൾ ആ കൂട്ടത്തിൽ മുന്നിൽ വരുന്നത് ഭദ്രകാളിയാണെന്ന് മനസ്സിലായി. ദാരുകനെ കൊന്ന് അവന്റെ ശിരസ് മുറിച്ചെടുത്ത് ഇടത് കൈയിൽ വഹിച്ചുകൊണ്ടാണ് ഭദ്രകാളിയുടെ വരവ്. വേതാളിയുടെ കഴുത്തിലിരിക്കുകയാണ് ഭദ്രകാളി. ജയഭേരി മുഴക്കി ആർത്തു വിളിച്ചു കൂടെ വരുന്നത് ഭൂതപ്രേത പിശാചുക്കളായിരുന്നു. ശ്രീ പരമേശ്വരനു കാഴ്ചവെക്കാൻ ദാരുക ശിരസുമായി വരികയാണവർ. ഈ ഘോഷയാത്ര കണ്ട് മനോദരിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. ഭദ്രകാളിയുടെ പ്രവൃത്തി അവൾക്കൊട്ടും രസിച്ചുമില്ല. ഈ ദുഷ്ട തന്റെ ഭർത്താവിനെ കൊന്നതിനാൽ ഇതാദ്യം ഇവളിൽ തന്നെ പ്രയോഗിക്കാം എന്ന് മനോദരി നിശ്ചയിച്ചു. ശ്രീ പരമേശ്വരൻ കൊടുത്ത വിയർപ്പ് വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവൾ ഭദ്രകാളിയുടെ ദേഹത്തേക്കെറിഞ്ഞു. ഉടനെ
ഭഗവതിയുടെ ശരീരമാസകലം കുരുക്കൾ പുറപ്പെട്ടു. തലവേദന, പനി തുടങ്ങിയവ സുഖക്കേടുകൾ കൊണ്ട് ദേവി ഏറ്റവും പരവശയായി തീർന്നു. ഭൂതഗണങ്ങളിൽ ചിലർ ഓടിച്ചെന്ന് വിവരം ശ്രീ പരമേശ്വരന്റെ അടുക്കൽ ഉണർത്തിച്ചു. അതു കേട്ടപ്പോൾ ഭഗവാൻ കോപത്തോടും വ്യസനത്തോടും കൂടി ചാടി എഴുന്നേറ്റു. അപ്പോൾ ഭഗവാന്റെ ചെവിയിൽ നിന്നും ഒരു ഭയങ്കര മൂർത്തി ഉത്ഭവിച്ചു. ഭഗവാൻ പുത്രവാത്സല്യത്തോടെ അവനോട് പറഞ്ഞു: അല്ലയോ വത്സ, ചെവിയിൽ നിന്നും ജനിച്ചവനാകയാൽ നിനക്ക് ഞാൻ ഖണ്ഡകർണൻ എന്ന് പേരിട്ടിരിക്കുന്നു. നീ വേഗം ചെന്ന് നിന്റെ സഹോദരിയുടെ അവശത തീർത്തിട്ടു വരണം. അവൾ വളരെ അവശയായി വഴിയിൽ കിടക്കുകയാണ്. ഖണ്ഡകർണൻ ശ്രീപരമേശ്വരന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് യാത്രയായി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഭദ്രകാളി പരവശയായി വഴിയിൽ കിടക്കുന്നത് കണ്ടു. ദേവിയുടെ രോഗം മാറ്റാനായി ആ ശിവസുതൻ ഭദ്രകാളിയുടെ പാദം മുതൽ നക്കി കുരുക്കളെല്ലാം തിന്നൊടുക്കാൻ തുടങ്ങി. ഒടുവിൽ മുഖത്ത് നക്കാൻ ഭാവിച്ചപ്പോൾ ഭദ്രകാളി മുഖം തിരിച്ചിട്ട് പറഞ്ഞു: നീ എന്റെ സഹോദരനായതിനാൽ മുഖത്തോട് മുഖം ചേർക്കുന്നത് ശരിയല്ല. മുഖത്തുള്ള കുരുക്കൾ എന്നും എനിക്ക് ഭൂഷണമായിരുന്നു കൊള്ളട്ടെ. ശേഷിച്ചതെല്ലാം നീ തിന്നൊടുക്കിയതിനാൽ എനിക്ക് സുഖമായി കഴിഞ്ഞു. ഭഗവതി എഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോൾ ദൂരെ മാറി പേടിച്ചു വിറച്ചു നിൽക്കുന്ന മനോദരിയെ കണ്ടു. അവളെ പിടിച്ചുകൊണ്ടുവരാൻ ഖണ്ഡകർണനോട് കൽപ്പിച്ചു. ഖണ്ഡകർണൻ മനോദരിയെ പിടിച്ചു ഭദ്രകാളിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. ദേവി വാൾ കൊണ്ട് അവളുടെ കണ്ണും ചെവിയും കാലും ഛേദിച്ചു. നീ കണ്ടും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുത്. മനോദരി എന്നുള്ള നിന്റെ പേരുമാറ്റി ഞാൻ നിനക്ക് വസൂരി എന്ന് പേരിട്ടിരിക്കുന്നു. ഇനി മുതൽ നീ എന്റെ ആജ്ഞാകാരിണിയായിരിക്കും. ദേവി ഇങ്ങനെ അരുളി ചെയ്തിട്ട് അവളെയും തന്റെ ഭൂതഗണങ്ങളിൽ ചേർത്ത് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. വസൂരിമാല എന്ന ദേവതയുണ്ടായതിങ്ങനെയാണ്. കൊടുങ്ങല്ലൂർ ഭദ്രകാളിക്ക് വിരോധമുണ്ടാകുന്ന കാലങ്ങളിൽ ദേവി ഈ ദേവതയെ മനുഷ്യരുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. ദേവത വസൂരിയുടെ വിത്തുകൾ വിതയ്ക്കുന്നു. ദേവിയെ പ്രീതിപ്പെടുത്തുമ്പോൾ ഈ മാരണത്തെ ദേവി പിൻവലിക്കുന്നു. വസൂരിയുള്ളപ്പോൾ കടുകു വറക്കുകയും പപ്പടം കാച്ചുകയും ചെയ്യരുതെന്ന് പറയാറുള്ളത് ഇതു മണം പിടിച്ചു വരുമെന്നുള്ളതുകൊണ്ടാണത്രേ. വസൂരി ചൊവ്വ സംബന്ധമായ ഒരു രോഗമാണെന്നും ചൊവ്വയുടെ വിരോധം കൊണ്ടാണതുണ്ടാകുന്നതെന്നുമാണ് പ്രശ്നക്കാർ പറയുന്നത്. ചൊവ്വ എന്ന ഗ്രഹത്തെ നിർദ്ദേശിക്കുന്നതും ഭദ്രകാളിയാണ്. രോഗങ്ങളെല്ലാം പകരുന്നതാണെന്നും നേത്രങ്ങൾക്ക് പ്രത്യേകിച്ചും പകരാനുള്ള ശക്തിയുണ്ടെന്നുമാണ് വൈദ്യശാസ്ത്രം ഘോഷിക്കുന്നത്. സ്ത്രീദോഷങ്ങൾ കോപിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങളിൽ പെട്ടതു തന്നെയാണ് വസൂരിയുമെന്നാണ് വൈദ്യന്മാർ പറയുന്നത്. ഇതിനെ സാധാരണ വൈദ്യന്മാർ ചികിത്സിക്കാറില്ല. പ്രത്യേകം ഒരു കൂട്ടം വൈദ്യന്മാരാണ് വസൂരിക്ക് ചികിത്സിക്കാറുള്ളത്. അഷ്ടാംഗഹൃദയമൊന്നും അക്കൂട്ടർ പഠിക്കാറില്ല. അവരുടെ ഗ്രന്ഥം വസൂരി പടലം എന്നതാണ്. അത്തരം ഗ്രന്ഥങ്ങളിൽ പറയും പ്രകാരമാണ് അവർ ചികിത്സിക്കുന്നത്. എന്നാൽ വസൂരി ഉണ്ടാക്കാതെയിരിക്കാനും ഉണ്ടായാൽ അതിന്റെ ശമനത്തിനായും ഭദ്രകാളിയെ സേവിക്കപ്പെടുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതിയിൽ ജനം വിശ്വാസം അർപ്പിക്കുന്നതും ഇതുകൊണ്ടാണ്.